ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 മുട്ടയും 2 ഉരുളക്കിഴങ്ങും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ എഗ്ഗ് ബജി, പൊട്ടറ്റോ ബജി ചെയ്യാറുണ്ട്. ഇത് അങ്ങനെയല്ല കേട്ടോ. എഗ്ഗും പൊട്ടറ്റോ ഒരുമിച്ച് ചെയ്യുന്നൊരു ഫ്യൂഷൻ ബജിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ ഈ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിലിപ്പോൾ മെയിനായിട്ട് വേണ്ടത് 3 മുട്ടയും പിന്നെ ഉരുളക്കിഴങ്ങിനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതാണ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം കൂടിയും പോരുത്, തീരെ കുറഞ്ഞും പോരുത്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് കുക്ക് ചെയ്ത് ഒരു 60% കുക്ക് ചെയ്യണ്ടു. ഈ വെള്ളത്തിലോട്ടേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ട വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഉപ്പും വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3 to 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി, പെട്ടെന്ന് ആയിക്കോളും. ഓവറായിട്ട് കുക്കായരുത്, ഒരു 60% വരെ കുക്കായാൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കണേ. ഇതിപ്പോൾ ഒരു 60% കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ ഈ കുക്കായ പൊട്ടറ്റോയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളം കളയണം കേട്ടോ അതിൽ നിന്ന്. ഇനി നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗില്ലേ, അതെടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്യട്ടോ. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ 4 പീസ്. ബാക്കിയുള്ള എഗ്ഗും കൂടി ഇതുപോലെ തന്നെ നമുക്ക് 4 പീസാക്കി കട്ടാക്കാം കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യാം. ഏതൊരു ബജി ആയാലും അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാവിൻ്റെ ടേസ്റ്റാണ്. ഞാൻ ഏത് ബജി ഉണ്ടാക്കും മോസ്റ്റ്ലി ഈ ഒരു മാവാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിനി ഈ ബൗളിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. എനിക്ക് ഇത്തിരി കൂടി ബാറ്റർ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചോപ്പ് ചെയ്തതും, പിന്നെ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എരിവിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് കായം. ഇത് ഓപ്ഷനിലാണ്, ഇതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മതി കേട്ടോ. ഇനി ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഈ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ലേ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓവറായിട്ട് ലൂസ് ആവാൻ പാടില്ല, ഓവറായിട്ട് ടൈറ്റ് ആവാൻ പാടില്ല. ഒരു മീഡിയം ടൈറ്റ് കേട്ടോ. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പൊട്ടറ്റോ സ്ലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കഷ്ണം മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു പൊട്ടറ്റോ കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്ററിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ കവർ ചെയ്യണം കേട്ടോ. സൈഡൊക്കെ കവർ ചെയ്യണേ. സൈഡ് നല്ലപോലെ കവർ ചെയ്യണേ, എന്നാലേ എഗ്ഗ് പുറത്തേക്ക് വരാതിരിക്കുള്ളൂ. എന്നിട്ട് ഇതിനെ ചൂടായ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു 1 to 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഓപ്പോസിറ്റ് സൈഡ് ഒരു 2 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഞാനിത് വീണ്ടും മറിച്ചിടുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ചും കൂടി ഗോൾഡൻ ബ്രൗൺ കളറാക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ക്രിസ്പിനെസ് കൂടുള്ളൂ. ഇതൊരു 1-2 മിനിറ്റും കൂടി ഓയിലിൽ ഫ്രൈ ചെയ്താൽ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തിരിച്ചും മറിച്ചിടാൻ ശ്രദ്ധിക്കണേ.
രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലാണ് രണ്ട് സൈഡും കറക്റ്റ് പാകാവുള്ളൂ. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ എഗ് ഫ്യൂഷൻ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ടുള്ള സ്നാക്കല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മറക്കാതെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.